ഈ വീഡിയോയിലെ ചോദ്യം എന്ന് പറയുന്ന കേരളത്തിലെ ഈ സോ കോൾഡ് ടെലിവിഷൻ മീഡിയ പത്രങ്ങൾ, അതേപോലെ സോഷ്യൽ മീഡിയ ഹാൻഡിലേഴ്സ്, അവരൊക്കെ പറയുന്നു ഇസ്രായേൽ കത്തുന്നു. എൻ്റെ ചോദ്യമാണ്, മലയാളികൾ എത്രയോ പേര് അവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇസ്രായേലിൽ. ഏകദേശം ഇന്ത്യയിൽ നിന്നും 1,00,000-ലധികം ലേബർ കമ്മ്യൂണിറ്റി, അതായത് അവിടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ലേബറായിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഈ ഹമാസിൻ്റെ ഇഷ്യൂവിന് ശേഷമാണ് ഇത്രയും പേര് ഇന്ത്യയിൽ നിന്നും പോകുന്നത്. അതിലേറ്റവും കൂടുതൽ പേര് പോയിട്ടുള്ളത് UP-യിൽ നിന്നാണ്, പിന്നെ രാജസ്ഥാനിൽ നിന്ന്. അവിടെ നേഴ്സിംഗ് മേഖലയിലും കെയർടേക്കർ, ടെക്കിയായിട്ട് എത്രയോ ഇന്ത്യക്കാരും മലയാളികളും ജോലി ചെയ്യുന്നുണ്ട്. അവരെല്ലാം പറയുന്നത് കേട്ടോ, അവർക്ക് എത്രയും പെട്ടെന്ന് ഇസ്രായേലിൽ നിന്നും തിരിച്ചു വരണമെന്ന് നിങ്ങൾ എവിടെയെങ്കിലും ഒരു മീഡിയ റിപ്പോർട്ട് കേട്ടോ? ഇന്ത്യ ഉൾപ്പെടെ ഏകദേശം 35 രാജ്യങ്ങൾ ഇറാനിലെ ടെഹ്റാനിലുള്ള അവരുടെ എംബസി ഓപ്പറേഷൻ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു. ഇന്ത്യയിൽ നിന്നും ഏകദേശം 16,000-ഓളം പേര് മലയാളികളുണ്ട്, സ്റ്റുഡൻസ് ആയിട്ട് പഠിക്കാൻ ജോലി ചെയ്യാൻ പോയവരുണ്ട്, ടെഹ്റാൻ സിറ്റിയിലുണ്ട്. അവർക്കെല്ലാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞ് അവരോട് തിരിച്ചു വരാൻ. കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഇസ്രായേൽ കൊടുത്തിട്ടുണ്ട്, അതായത് അഡീഷണലായിട്ടുള്ള അഡ്വൈസറി കൊടുത്തിട്ടുണ്ട്, അവർ ആക്രമിക്കുക, നിങ്ങളുടെ ആൾക്കാരെ കൊണ്ടുപോകുക. അതിൻ്റെ പേരിൽ ഇറാൻ പറഞ്ഞ് അവരുടെ എയർപോർട്ടുകൾ തുറന്നു കൊടുക്കും. ആ സമയത്ത് ഇന്ത്യൻ എയർക്രാഫ്റ്റും അവരുടെ എയർക്രാഫ്റ്റും ഇന്ത്യയിലോട്ട് ഇന്ത്യക്കാരെ കൊണ്ടുപോകാം. ഒന്ന്, നിങ്ങൾ ഈ പറയുന്നത് കേരളത്തിൽ പറയുകയാണ്, ഇസ്രായേൽ കത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന സംഭവങ്ങളാണ് അവിടെ 2 രാജ്യങ്ങളിൽ. അതേപോലെ ഇറാൻ്റെ ബോർഡർ ഉണ്ട്, ഇൻ്റർനാഷണൽ ബോർഡർ. ടെഹ്റാൻ സിറ്റിയിൽ ഏകദേശം 10 മില്യൺ, 1 കോടിയിലധികം ആളുകളുണ്ടെന്നാണ് അതിൻ്റെ കണക്കിൽ പറയുന്നത്. അപ്പം അതിനകത്ത്, ആ സിറ്റിക്കകത്ത് ഏകദേശം 20 മുതൽ 27% പോലും ആൾക്കാർ ആ സിറ്റി വിട്ടു പോയെന്നാണ് കണക്ക്. യാതൊരു നിവൃത്തിയില്ലാത്തവർ മാത്രമാണ് ഇപ്പം ആ സിറ്റിയിൽ കഴിയുന്നത്. പലരും ഇൻ്റർനാഷണൽ ബോർഡർ ക്രോസ് ചെയ്ത് പാകിസ്ഥാൻ നേരത്തെ ബോർഡർ അടച്ചിരുന്നു. ഇപ്പോൾ അത് താൽക്കാലികമായിട്ട് അമേരിക്കയെല്ലാം നിർദ്ദേശത്തിൻ്റെ പേര് തുറന്നു കൊടുത്തു. ടർക്കിയെ കൂടെ കടന്നു പോയത് ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം 5,000-ഓളം ഫാമിലിയാണ്, കുടുംബങ്ങളാണ്. അതേപോലെ മുഴുവൻ ബോർഡർ അവിടെയുള്ള ആൾക്കാർ ക്രോസ് ചെയ്യുക ഭയന്നിട്ട്. എന്നിട്ട് ഇറാൻ്റെ ടെലിവിഷനിൽ കൂടെയും അവരുടെ, കാരണം സോഷ്യൽ മീഡിയ, ഇൻ്റർനെറ്റ് എല്ലാം അടച്ചു വെച്ചേക്കുവാണ്. അവർ സ്ഥിരമായിട്ട് പറയുകയാണ്, ഗവൺമെൻറ് പറയുകയാണ് സിറ്റി വിട്ടു പോകരുത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ജനങ്ങളത് കേൾക്കാത്തത്? അവിടെയുള്ള ജനങ്ങൾക്ക് മനസ്സിലായി, ഈ പറയുന്ന ഇറാനിയൻ ഭരണകൂടത്തിനും അവിടെ ഭരിക്കുന്ന പട്ടാളക്കാർക്കും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതായത് പ്രധാനപ്പെട്ട കാരണം. ഇപ്പം ഇഷഫാൻ എന്ന് പറയുന്ന മറ്റൊരു സിറ്റി, ടെഹ്റാൻ കഴിഞ്ഞ ഏറ്റവും വലിയ സിറ്റിയാണ്. അപ്പം അവിടെ ന്യൂക്ലിയർ ഫെസിലിറ്റി രണ്ടാമതും കയറി ബോംബ് ചെയ്തു. അവിടെ റേഡിയേഷൻ ഉള്ളതായിട്ടൊക്കെ പലയിടത്തും റിപ്പോർട്ടുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം അറിയത്തില്ല. അത് മുഴുവനും കത്തിപ്പോയതാണ് പറയുന്നത്. കാരണം അത് ന്യൂക്ലിയർ ലാബാണെന്നാണ് പറയുന്നത്, കാരണം മിക്സിംഗ് ലാബ്. അത് ഏതാണ്ട് തീർന്നു പോയി. ഇതെല്ലാം കാണുമ്പോഴെന്തുവാ കേരളത്തിലെ ഈ പറയുന്ന സോക്കോൾ, നിങ്ങൾ പറയുന്നു ഇസ്രായേൽ കത്തുന്നു. നിങ്ങൾ യാഥാർത്ഥ്യം നിങ്ങൾക്കറിയാം എന്താ ഇത് ഉണ്ടായത്. അതാ ഒരു കമ്മ്യൂണിറ്റിയെ സൂചിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് അടിച്ചടിച്ചടിച്ച് ഓരോ കള്ളത്തരങ്ങൾ, കപടതകൾ പറഞ്ഞുണ്ടാക്കുന്നു. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഇസ്രായേൽ മിസൈൽ വീണിട്ടുണ്ട്, പലയിടത്തും വീണിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ആ കാഷ്വാലിറ്റി പോലും റിപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ശരിക്കും അത് ഇൻ്റർവീൻ ചെയ്യുന്നുണ്ട്. അതായത് ഇറാൻ്റെ മിസൈലുകൾ പ്രോപ്പറായിട്ട് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് ഇപ്പോൾ കഴിയുന്നു. ആദ്യം അത്ര കഴിഞ്ഞിട്ടില്ല. അതാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.
പകരം ഇറാനിലെന്താ, ആ നഗരത്തിൽ ആർക്കും താമസിക്കേണ്ട, ഗോസ്റ്റ് സിറ്റിയായി. പെട്രോളും ഡീസലും ഈ പറയുന്ന ഇന്ധനങ്ങൾ കിട്ടാനില്ല. കടകളിലെല്ലാം സാധനത്തിന് ഭയങ്കര തീ പിടിച്ച വില. പല കടകളിലും സാധനങ്ങൾ കിട്ടാനില്ല. അതായത് വീണ്ടും ഒരു പട്ടിണിയിലോട്ട് പോവുകയാണ് ആ സിറ്റി. അപ്പൊ എന്തുകൊണ്ടാണ് മറ്റു പലരും ഇറാൻ സിറ്റി വിടാത്തതിന്റെ കാരണം? ചോദ്യമാണ്. അവർക്ക് എവിടെയും പോകാൻ നിവർത്തിയില്ല, അതതിൻ്റെ കാര്യം. 2 പ്രാവശ്യം ഇറാനിയൻ ഗവൺമെന്റ് ഇസ്രായേലിനെതിരെ പ്രകടനം നടത്താൻ വേണ്ടി ആൾക്കാരെ വിളിച്ചു. ഉണ്ടായ സംഭവം ഇതൊക്കെ ഇറാനീന്ന് അവിടുന്നുള്ള റിപ്പോർട്ടേഴ്സ്, അവിടെ ജനിച്ചു വളർന്ന ഇറാനിയൻസ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ ഇന്റർനാഷണൽ പത്രങ്ങൾക്ക് കൊടുക്കുന്ന റിപ്പോർട്ടാണ് ഞാനിത് പറയുന്നത്. അവിടെയും ഈ കറുപ്പ് ഇട്ട പർദ്ദയിട്ട കുറച്ച് സ്ത്രീകളെ കിട്ടുന്നല്ലാതെ അവർക്കൊരു മാൻ പവറിനെ പോലും കൊണ്ടുവന്നൊരു പ്രൊട്ടസ്റ്റ് നടത്താൻ പറ്റുന്നില്ല. എൻ്റെ കാര്യം എന്താ? അതിൻ്റെ റീസൺ എന്താ? കാരണം അവർക്ക് പോലും ഈ പറയുന്ന ഭരണകൂടമായിട്ടുള്ള ബന്ധമില്ലാതാവുകയാണ്. അല്ലെങ്കിൽ ഇതൊന്നുമല്ല, ഇറാനിലൊരു പ്രൊട്ടസ്റ്റ് നടക്കുവാണെങ്കിൽ ലക്ഷക്കണക്കിന് പേരാ തെരുവിൽ വരുന്നത്, പ്രത്യേകിച്ച് അമേരിക്കക്കെതിരെ, ഇസ്രായേലിനെതിരെ. ഇപ്പോഴെന്താ അതും കാണാത്തത്? കാരണം അവർക്കും പിടികിട്ടി അവിടെ കാര്യങ്ങൾ അത്ര ഭംഗിയല്ല, എല്ലാം കൈവിട്ടു പോവുകയാണ്. അവിടെ ഗ്രൗണ്ട് സീറോയിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്നതിനേക്കാളും ദുരിതം ഇത് ഒരു കോടകം പോലെ സ്റ്റേറ്റിന്റെ കേരളത്തിലിരുന്നുകൊണ്ട് ഇവിടുത്തെ TV ചാനലിൽ ന്യൂസ് റൂമിലിരുന്ന് നിങ്ങൾക്കെങ്ങനെ ഇതറിയാൻ സാധിക്കുന്നത്? ഇപ്പൊ ഇസ്രായേലിലാണ് ഇഷ്ടംപോലെ മലയാളികൾ, അവരൊക്കെ ഉണ്ട്. ഇറാനിലാണ് ഇഷ്ടംപോലെ മലയാളികൾ. അവരെ എനിക്ക് 16,000-17,000 ഇന്ത്യക്കാരാണ് ഇറാനിലുണ്ടായിരുന്നത്. അവരെ മുഴുവനും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് ഇന്ത്യ ഗവൺമെന്റ്. അതേപോലെ തന്നെ പല ഓപ്പറേഷൻസും അത് ചൈനീസ് കമ്പനികൾ 100-400 ബില്യൻ്റെ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പല കമ്പനികൾ അവരിതിനെ അടച്ചുപൂട്ടിയത്, പ്രത്യേകിച്ച് ചൈന. അവിടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനി ചൈനയാണ്. വിദേശ രാജ്യങ്ങൾ അവരെന്താ അടച്ചുപൂട്ടിയത്? അത് അവരെന്തുകൊണ്ടാണ് അവരുടെ സിറ്റിസനോട് പറഞ്ഞ് അവിടെ വിട്ടു പോയിക്കോളാൻ? എന്താ റീസൺ? എന്തുവാ? ചൈന, അവർ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത കമ്പനികളാണ് ഞാൻ ഈ പറയുന്നത്. അവരെന്താ വിട്ടുപോകുന്നത്? അതുപോലെ ഏറ്റവും കൂടുതൽ ക്രൂഡ് മേടിക്കുന്ന രാജ്യം ചൈനയാണ്. അവിടുന്ന് അവർ വിട്ടൊക്കെ പോവുക. കാര്യം എന്താ? കാരണം പന്തിയല്ല. കാരണം ആ രാജ്യത്ത് നിൽക്കുന്നത് സുരക്ഷിതമല്ല. ആ രാജ്യത്തുള്ളവർ വിട്ടുപോവുക. ഇതാണ് സംഭവിക്കുന്നത്. വാറ് വരുമ്പോൾ സ്വന്തം രാജ്യത്തെ ഉപേക്ഷിച്ച് മറ്റുള്ള രാജ്യത്തിലോട്ട് പോകുമ്പോഴാണ് വാറ് ഗ്രൗണ്ടിലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. കാരണം ആഹാരമില്ല, വെള്ളമില്ല, വൈദ്യുതിയില്ല, പവറില്ല, സാധനങ്ങൾ കടകളിൽ കിട്ടാനില്ല, പെട്രോളില്ല, ഡീസലില്ല, ഇന്റർനെറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്തു. നോക്കുന്നിടത്തെല്ലാം വെടിയും പുകയും മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അർത്ഥം എന്തുവാ? മലയാളി പത്രക്കാർ, ഇതിൻ്റെ അർത്ഥം എന്തുവാ? മറ്റുള്ള ഇസ്രായേലിൽ നിങ്ങൾ അതേപോലെ റിപ്പോർട്ട് എവിടെയും വരുന്നില്ല. അവിടെ സംഭവം നടന്നു, ഈ ഹോസ്പിറ്റൽ അറ്റാക്ക് ചെയ്തു, ഇത്ര പേരെ ഇഞ്ചേർഡായി, ഇത്ര പേര് കാഷ്വാലിറ്റിയായി. നേരത്തെ പറഞ്ഞ് ഇത്ര പേര് മരിച്ചു, ഏകദേശം 30ഓളം പേര് അവരുടെ ടാലി ചെയ്ത് മരിച്ചു. ഇത്ര പേര് ഇറാനി മരിച്ചു നിങ്ങൾക്കറിയോ? അൺകൺഫേംഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 1500 പേരാണ്. അൺകൺഫേം, കാരണം ഇറാനിയൻ ഗവൺമെന്റ് അത് അംഗീകരിച്ചിട്ടില്ല. അതിൻ്റെ ഒരു പട്ടാളക്കാരുടെ എണ്ണം കൂട്ടിയിട്ടില്ല. അത്രമാത്രം ദയനീയമായ സ്ഥിതി പോവാണ് ഇറാൻ. ഇതാണ് യാഥാർത്ഥ്യം. ആ സിറ്റി മുഴുവൻ പ്രേത നഗരമായി എന്ന് കാണുന്നിടത്തെല്ലാം പുകയും വെടിയും ശബ്ദവും സ്ഫോടനം മാത്രമേ ഉള്ളൂ. പിന്നെങ്ങനെയാണ് ആ സിറ്റിയിൽ നിങ്ങൾ ഈ ഇറാൻ വാർ ജയിച്ചു എന്നെങ്ങനെയാ പറയുന്നത്? അവിടെ ജനങ്ങൾ വേണ്ട, ജനങ്ങൾ ഓടിപ്പോവുക, മറ്റുള്ള രാജ്യങ്ങളിലോട്ട് പോകുന്നു. അവിടെയുള്ള വിദേശികൾ അവരുടെ സ്വന്തം രാജ്യത്തോട്ട് തിരിച്ചു പോകുന്നു. ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടായത്. ആ ഒരു രാജ്യം, അതായത് ഇറാൻ, വാറ് ജയിച്ചു എന്ന് പറയുന്ന പോലെ മണ്ടത്തരം. അത് നിങ്ങൾ ഈ പറയുന്ന ഈ പ്രത്യേക ഒരു വിഭാഗത്തെ സുഖിപ്പിച്ചിട്ട് ഈ കള്ളത്തരം പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് നേടുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അത് യഥാർത്ഥ ക്വസ്റ്റ്യൻ, എന്താ നേടുന്നത്? പിന്നെ എങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ, ഒരു ജേർണലിസ്റ്റുകൾ ഈ പറയുന്ന കാര്യങ്ങളെ വിശ്വസിക്കുന്നത്?
എനിക്കിതിനെപ്പറ്റി അറിയത്തില്ല. കാരണം പിന്നെ ആ വിശ്വാസം പൂർണ്ണമായിട്ടും പോവാണ്. ഇതേപോലെ കപടതയാണ് ഹമാസിന്റെ കാര്യത്തിൽ പറഞ്ഞത്, ഇതേപോലെ കപടതയാണ് ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ പറഞ്ഞത്, ഇതേപോലെ കപടതയാണ് ഹൂത്തികളുടെ കാര്യത്തിൽ പറഞ്ഞത്. ഓരോന്നായിട്ട് എടുത്തു നോക്കുക. ഏതാണ്ട് ഒരു പ്രൊപ്പഗൻഡ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതെത്ര നാൾ നീണ്ടു നിൽക്കും? ഈ ഒരു പോക്കിലാണ് ഡിജിറ്റൽ എന്ന് പറഞ്ഞത് നിങ്ങളെ വെട്ടി മുന്നോട്ട് പോകുന്നത്. അതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള സമയമായി.